ബാലുശ്ശേരിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ലൈംഗിക ചുവയുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. പരാതിക്കാരിയായി വന്ന സ്ത്രീയോട് മന്ത്രി മോശം ഭാഷയിൽ സംസാരിച്ചു എന്നതായിരുന്നു വാർത്തയുടെ കാതൽ. സംഭവമറിഞ്ഞ എ.കെ. ശശീന്ദ്രൻ നേരെ ഗസ്റ്റ് ഹൌസിലെത്തി മാധ്യമപ്രവർത്തകരോട് താൻ പാർട്ടിക്കും സർക്കാരിനും ക്ഷീണമുണ്ടാക്കില്ലെന്ന് പ്രതികരിച്ചു. ഗസ്റ്റ് ഹൌസിലെ മുറിയിലെത്തിയ ഉടനെ മുഖ്യമന്ത്രിയെ വിളിച്ചു. പൊതുപരിപാടികളെല്ലാം റദ്ദാക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രി പിന്നീട് നൽകിയത്. രാജിസന്നദ്ധത അറിയിച്ചതോടെയായിരുന്നു ഇത്. ഗൗരവമായ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതോടെ രാജിയിൽ അന്തിമ തീരുമാനമാവുകയായിരുന്നു. എ.കെ. ശശീന്ദ്രൻ എന്നെ വിളിച്ചു. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗരവമായ പ്രശ്നമാണ്, പരിശോധിക്കും. പിന്നീട് പാർട്ടി പ്രവർത്തകരുമായി മുൻകൂട്ടി നിശ്ചയിച്ച യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. അതിനുശേഷം 3 മണിയോടെ രാജി പ്രഖ്യാപനം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ എ.കെ. ശശീന്ദ്രൻ ഏതന്വേഷണത്തെയും നേരിടുമെന്ന് വ്യക്തമാക്കി. ഗൂഢാലോചനയുണ്ടോ, വാർത്തയ്ക്ക് അടിസ്ഥാനമായ സംഭാഷണത്തിന്റെ ആധികാരികത എന്താണ് എന്നീ വിഷയങ്ങളിൽ വലിയ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. MLA സ്ഥാനം രാജിവെക്കില്ലെന്ന സൂചനയാണ് എ.കെ. ശശീന്ദ്രൻ നൽകിയത്.